ഖുർആൻ की 4 ബുനിയാദി ഇസ്തിലാഹ് എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കൂ, और उस रात से दरखास्त करो कि मालिक इस 22 साल के जमाने खिदमत में अपने फराइज अदा करने में जो खामियां और कोताहियां मुझसे सरजद हो गई हो उन्हें मुआफ फरमा दे। इदा जा रसूलुल्लाह वल फतहु ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره. ഇവിടെ ഫസ്തഗ്ഫിറുഹു, ഓ ഹബീബായ നബിയെ, തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഫതഹുകൾ വന്നാൽ, അല്ലാഹുവിന്റെ ഫതഹുകൾ വന്നാൽ, ورأيت الناس يدخلون في دين الله أفواجا, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ്, തങ്ങൾ തസ്ബീഹ് ചെല്ലണം, വസ്തഗ്ഫിർ, തങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണം എന്ന് പറഞ്ഞ ഈ ആയത്തിന് ഇക്കൂട്ടർ അർത്ഥം പറഞ്ഞത് കേട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് മാത്രമല്ല അവിടുത്തെ മേൽ ഫർളായ കാര്യം ഫർള് അതാക്കരണമേ, ഫർള് വീട്ടുന്ന വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിരിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബിയെ താങ്കൾ പൊറുക്കൽ തേടൂ എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനേ, ഇവരുമായി എങ്ങനെ നമുക്ക് ഐക്യപ്പെടാൻ കഴിയും? മനസ്സിലായോ? അള്ളാഹുവിന്റെ ഹബീബ് ഫർള് വീട്ടുന്നതിൽ, അള്ളാഹുവിന്റെ ഹബീബ് ഫർള് വീട്ടുന്നതിൽ ഒരുപാട് തെറ്റ് ചെയ്തിരിക്കുന്നു, കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു, ധാരാളം ഫർളുകൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തങ്ങൾ പൊറുക്കലത്തേണമെന്നാണ് അള്ളാഹ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ലോകത്തേക്ക് അയക്കപ്പെട്ട, അല്ലാഹു തആല മഅസൂമായി അയക്കപ്പെട്ട അഫ്ളലുൽ ബശർ, അക്മലുൽ ബശർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. ഒരു കുറ്റം കബീറത്ത് ഹോ യാ സഗീറത്ത് ഹോ, ഏത് കുറ്റവും, ചെറിയ കുറ്റവും വലിയ കുറ്റവും കുറ്റമാണെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ഫർള് വീഴുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഫർള് വീഴുന്നതിൽ അങ്ങേറ്റം വീഴ്ച വരുത്തുകയും ഫർള് ഒഴിക്കുകയും കുറ്റങ്ങളും തെറ്റുകളും നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് നേരിടാൻ ധൈര്യമുള്ള, ഒരുക്കമുള്ള സുന്നികളെ, നിങ്ങളെ സംഘടന നിലനിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടാവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ വരൂ. അത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ആണ്. അതാണ് ഞങ്ങൾ പറയുന്ന ഐക്യം. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ല, എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐക്യമാണത്.